Hi friends, business regulation പേപ്പറിൽ സെക്കൻഡ് സെഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇന്ന് നമുക്ക് പറയാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് എന്നുള്ള ടോപ്പിക്കാണ്. കോൺട്രാക്റ്റിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു കഴിഞ്ഞു. ഇനി കോൺട്രാക്റ്റ് ആകാൻ വേണ്ടി നിർബന്ധമായും അവിടെ ഉണ്ടായിരിക്കേണ്ട ചില എലമെൻറ്റ്സ് ഉണ്ട്. അത്തരം എലമെൻറ്റ്സാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, കോൺസെൻസസ് ആഡ് ഐഡം, ഫ്രീ കൺസെൻറ്റ്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ലോഫുൾ കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജക്റ്റ്, നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്, ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻസ്, സെർട്ടനിറ്റി ഓഫ് മീനിങ് ആൻഡ് ലീഗൽ ഫോർമാലിറ്റീസ്. അപ്പോൾ ഈ തന്നിട്ടുള്ള 10 എലമെൻറ്റ്സിൽ ഒന്ന് പോലും മിസ്സാവരുത്. ഏതെങ്കിലും ഒന്ന് ഇല്ലാതായാൽ ആ കോൺട്രാക്റ്റ് അല്ലാതെയോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ഒരു കോൺട്രാക്റ്റ് ആകാൻ വേണ്ടി നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആണ് ഈ പറഞ്ഞ 10 പോയിൻറ്റ്സ്. ഇനി ഇതിൽ ഓരോന്നും എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെ പറഞ്ഞു, ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റിയാണ്. അതായത് എൻഫോഴ്സബിൾ അഗ്രിമെൻറ്റ് നമുക്ക് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ പറഞ്ഞു. സോ ഒരു അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന 2 എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. അതായത് ഒരാൾ ഒരു ഓഫർ വെക്കുകയും വേറൊരാൾ അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് അഗ്രിമെൻ്റായി മാറുന്നത്. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് എന്തിനു പറയാം, ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്നത് പറയാം. ദർ ഷുഡ് ഹാവ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് വിച്ച് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ ദി പാർട്ടീസ്. ഒരു കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിൻ്റെ ഇടയിൽ ഒരു ഓഫറും ഒരു ആക്സെപ്റ്റൻസും വരുമ്പോഴാണ് അതൊരു കോൺട്രാക്റ്റായി മാറുന്നത്. സോ എക്സാമ്പിൾ ഒന്ന് നോക്കാം നമുക്ക്. ഇഫ് എക്സ് ഓഫേഴ്സ് ടു സെൽ ഹിസ് മാരുതി കാർ ടു വൈ ഫോർ റുപ്പീസ് 2,25,000 ആൻഡ് വൈ അഗ്രീസ് ടു പേ റുപ്പീസ് 2,25,000 ഫോർ ദി മാരുതി കാർ. ഹിയർ എക്സ് ഈസ് കാൾഡ് ദ ഓഫറർ ഓർ പ്രോമിസർ ആൻഡ് വൈ ഈസ് ദി ഓഫറി ഓർ പ്രോമിസി. അതായത് സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു മിസ്റ്റർ എക്സ് മാരുതി കാറ് വിൽക്കുകയാണ്. അയാളുടെ കയ്യിലുള്ള മാരുതി കാർ 2,25,000 റുപ്പീസിന് വിൽക്കാൻ റെഡിയാണെന്ന് അയാൾ ഓഫർ വെക്കുന്നു. ദെൻ ആ പറഞ്ഞ റേറ്റിന് ആ കാറ് വാങ്ങാൻ തയ്യാറായുള്ള വൈ വരികയാണ്. ആ വൈ എന്ത് ചെയ്യാണ്, ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ അയാൾ ആ 2,25,000 രൂപ കൊടുത്തിട്ട് കാറ് സ്വന്തമാക്കും. അപ്പോൾ ഇവിടെ എക്സ് ഓഫർ വെച്ചു, വൈ എന്ന് പറഞ്ഞ ആൾ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്തു വന്നു, ഒരു ഓഫറും വന്നു, ഒരു ആക്സെപ്റ്റൻസും വന്നു. ഇങ്ങനെ ഒരു ഓഫറും ഒരു ആക്സെപ്റ്റൻസും ഉണ്ടാവുമ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റായി മാറുന്നത് നമുക്ക് പറയാം. അപ്പോൾ ബേസിക് എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് എന്നതിൽ ഫസ്റ്റ് പറയുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വണ്ണ് കോൺസെൻസസ് ആഡ് ഐഡം. അതൊരു ലോ ടേമാണ് കോൺസെൻസസ് ആഡ് ഐഡം എന്ന് പറഞ്ഞാൽ. അതായത് ഫോർ എ വാലിഡ് അഗ്രിമെൻറ്റ് ദെർ മസ്റ്റ് ബി എ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ബിറ്റ്വീൻ ദി കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. Consensus add item means that the parties must have agreed about the subject matter of the contract at the same time and at the same sense. അതായത് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാവുമ്പോൾ ആ അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസ് തമ്മിൽ പരസ്പരം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാവണം. ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കോൺസെൻസസ് ആഡ് ഐഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. എ ഹാസ് 2 cars ബട്ട് ബി ഈസ് അവെയർ ഓഫ് ഓൺലി വൺ ഓഫ് ദീസ്. ബി പ്രൊപ്പോസസ് ടു ബൈ ദ കാർ ഓഫ് വിച്ച് ഹി ഈസ് അവെയർ. എ കൺസെൻസ് ടു സെൽ ദി അതർ കാർ. Since there is confusion in the minds of the parties, there is no consensus and hence no agreement follows. അതായത് എ ആൻഡ് ബി എന്ന് പറഞ്ഞ 2 വ്യക്തികൾ. എൻ്റെ കയ്യിൽ 2 കാറുണ്ട്. പക്ഷേ ബീൻ്റെ അറിവിൽ എൻ്റെ കയ്യിൽ എത്ര കാറേ ഉള്ളൂ, ഒരു കാറേ ഉള്ളൂ. അപ്പോൾ ബിക്കൊരാഗ്രഹം എൻ്റെ കയ്യിൽ ആ കാറ് വേണം എന്നുള്ളത്. അപ്പോൾ ബി പറയാണ്, എൻ്റെ കാറ് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര രൂപ തരാമെന്ന് ബി പറയാം. സപ്പോസ് ഒരു 5 lakhs റുപ്പീസ് തരാം, എൻ്റെ കയ്യിലുള്ള ആ കാറ് ഞാൻ വാങ്ങാൻ റെഡിയാണ്, എനിക്ക് തരുമോ ചോദിക്കുകയാണ്. ആര്? മിസ്റ്റർ ബി. കാറ് ആരതാണ്? എൻ്റെയാണ്. എത്ര കാറുണ്ട് ശരിക്കും? 2 കാറുണ്ട്. പക്ഷേ ബിക്ക് എന്തേ അറിയുള്ളൂ, ഒരു കാറുള്ളതേ അറിയുള്ളൂ. അപ്പോൾ എ പറയാണ്, ഞാൻ തരാമെന്ന് പറയാണ്. അപ്പോൾ എയും ബിയും അവിടെ ഏത് കാറാണെന്ന് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ദെൻ
ബി ഉദ്ദേശിക്കുന്ന കാറ്, ബി മനസ്സിലൊരു കാറും എ മനസ്സിൽ വേറൊരു കാറാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവർ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്താൽ ആ കോൺട്രാക്റ്റ് ആവൂല. കാരണം എന്താണ്, ഇവിടെ എയും ബിയും എന്ന് പറഞ്ഞ രണ്ട് പാർട്ടീസ് പരസ്പരം മനസ്സിലാക്കിയിട്ട്, അതായത് ഒരു സെയിം സബ്ജക്റ്റ് മാറ്ററിനല്ല അവർ അഗ്രിമെൻറ്റ് ഫോം ചെയ്തുള്ളത്. ഈ ബീൻ്റെ മനസ്സിൽ ഒരു കാറും എ കരുതുന്ന വേറൊരു കാറും, അപ്പോൾ സബ്ജക്റ്റ് മാറ്റർ ഡിഫറെൻ്റ് ആയില്ലേ. സോ സെയിം സബ്ജക്റ്റ് മാറ്റർ ആകുമ്പോഴേ അവിടെ എന്ത് വരുന്നുള്ളൂ, കോൺസെൻസസ് ആഡ് ആയിടം വരുന്നുള്ളൂ. ഇങ്ങനെ പാർട്ടീസ് തമ്മിൽ പരസ്പരം എല്ലാം പറഞ്ഞ് എല്ലാം ഏകദേശം ധാരണയിലെത്തുമ്പോഴേ അവിടെ എന്ത് വരുന്നുള്ളൂ, കോൺസെൻസസ് ആഡ് ഐഡം വരുന്നുള്ളൂ. സോ അങ്ങനെ പരസ്പരം മനസ്സിലാക്കി അവിടുത്തെ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്ഥലവും കാര്യങ്ങളും ആവും. ചിലപ്പോൾ ഇതേ കേസ് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് കേസിൽ വരാം. ഒരാൾക്ക് 2 ഏരിയയിൽ സ്ഥലമുണ്ട് വിചാരിക്കാം. ഇത് ഇങ്ങനെ 2 സ്ഥലമുള്ള വിവരം അറിയാത്ത മറ്റൊരാൾ നിൻ്റെ ആ സ്ഥലം വാങ്ങാൻ ഞാൻ റെഡിയാണെന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ശരിക്ക് വരുന്നത്. സോ അങ്ങനെ ഈ ഒരു പരസ്പരം ഫുള്ള് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാതെ ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരുന്നില്ല, കോൺസെൻസസ് വരുന്നില്ല. അങ്ങനെ കോൺസെൻസസ് വരാത്ത ഒരു അഗ്രിമെൻറ്റിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല, കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺസെൻസസ് ആഡ് ഐഡം എന്താണെന്ന് വരെ വേണമെങ്കിൽ ചോദിക്കാം, കാരണം അതങ്ങനെ ലോ ടേമും കൂടി ആയ കാരണം. ഓക്കെ, അപ്പോൾ കോൺസെൻസസ് ആഡ് ഐഡം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്നുമില്ല, 2 പാർട്ടീസും ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ 2 പാർട്ടീസും പരസ്പരം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യാൻ. ഏതെങ്കിലും കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നെ എൻഫോഴ്സ്, അതായത് കോടതിയിൽ പോകാനോ ഒന്നിനും കഴിയില്ല. അതായത് ആ കോൺട്രാക്റ്റ് നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അഗ്രിമെൻറ്റായി മാറും. അങ്ങനെയാണെങ്കിൽ ആ അഗ്രിമെൻറ്റ് എന്താവില്ല, കോൺട്രാക്റ്റ് ആവില്ല. അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ആകുമ്പോഴാണ് കോൺട്രാക്റ്റ് ആകുന്നത്. ഇങ്ങനെ കോൺസെൻസസ് ഇല്ലാത്ത ഒരു അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ അല്ല. സോ കോൺസെൻസസ് ഇല്ലെങ്കിൽ കോൺട്രാക്റ്റിന് എന്ന് ഒരു അഗ്രിമെൻറ്റ് വിളിക്കാൻ കഴിയില്ല. ഓക്കെ, ദെൻ തേർഡ് വൺ, ഫ്രീ കൺസെൻറ്റ്. നമ്മൾ സെക്ഷൻ 10 പറഞ്ഞതാണ് ദ മസ്റ്റ് ബി ദ ഫ്രീ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു. അതായത് ഒരു അഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസ് പൂർണ്ണ സമ്മതപ്രകാരമാവണം ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ കഴിയില്ല. അതായത് കൺസെൻറ്റ് മീൻസ് നോളേജ് ആൻഡ് അപ്രൂവൽ ഓഫ് ദി പാർട്ടീസ് കൺസേൺഡ്. The contracting parties must give their consent freely. It must not be given due to coercion, undue influence, fraud, misrepresentation or mistake. അതായത് ഇപ്പോൾ 2 പാർട്ടീസ് തമ്മിലൊരു അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ വേറെ ആരുടെങ്കിലും ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടോ അതല്ലെങ്കിൽ ആ പാർട്ടീസ് തമ്മിൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് വഴിയൊക്കെയാണ് ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഫ്രീ കൺസെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അഗ്രിമെൻറ്റിലുള്ള പാർട്ടീസിൻ്റെ സമ്മതം എന്ന് പറയുന്നത് നിർബന്ധമാണ്. അതും മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടൊന്നും വന്ന തരത്തിലുള്ള സമ്മതമാവരുത്, ഫ്രീ കൺസെൻ്റ് ആവണമെന്നാണ് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. എ ത്രട്ടൺ ടു ഷൂട്ട് ബി ഇഫ് ഹി ഡസ് നോട്ട് ലെൻഡ് ഹിം ₹10,000 ആൻഡ് ബി അഗ്രീസ് ടു പേ ഇറ്റ്. അതായത് ബീനെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എ ഭീഷണിപ്പെടുത്തണം. എനിക്കിപ്പോൾ 10,000 രൂപ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തോക്കും ചൂണ്ടി വെച്ചാൽ ബി പേടിക്കും. ബി എന്ത് ചെയ്യും, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ വാക്ക് കൊടുക്കും, അല്ലെങ്കിൽ അപ്പോൾ തന്നെ എടുത്തു കൊടുക്കും. സോ അവിടെ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫ്രീ കൺസെൻറ്റ്. കൺസെൻറ്റ് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ ആ അഗ്രിമെൻ്റ് എന്തല്ല, കോൺട്രാക്റ്റ് അല്ല. സോ ഒരു കോൺട്രാക്റ്റിന് എന്തുകൂടി വേണം, അതിലുള്ള പാർട്ടീസിൻ്റെ കൺസെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയതാവണം. ചില കേസിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, പറഞ്ഞ് പറ്റിച്ചിട്ട് സമ്മതം വാങ്ങുന്ന കേസൊക്കെ. ഇപ്പോൾ ചില സ്വത്ത് തർക്ക കേസുകളൊക്കെ അങ്ങനെയാവും, പേരൻസിൻ്റെ സ്വത്തൊക്കെ തട്ടിയെടുത്തു എന്നൊക്കെ പറയുന്നേക്കാം. സോ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ വഴി നേടിയെടുത്തുള്ള അഗ്രിമെൻ്റാണ്. അതെന്തല്ല, എൻഫോഴ്സബിൾ അല്ല. അതാണ് അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസിൻ്റെ കൺസെൻറ്റ് ഫ്രീ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നതാവുമ്പോഴാണ് അത് കോൺട്രാക്റ്റായി മാറുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, കപ്പാസിറ്റി ഓഫ് ദി പാർട്ടീസ്. ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസിൻ്റെ കൺസെൻറ്റ് ഫ്രീ ആകുന്നതോടുകൂടെ എന്തുകൂടി വേണം, ആ പാർട്ടീസ് ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള, അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം. ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മേജർ ആവണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതാണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ദ ലോ പ്രൊഹിബിറ്റ്, സെക്ഷൻ 11
അതായത് കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 11 പ്രകാരം ദ ഫോളോയിങ് പാർട്ടീസ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്റ്റ്: മൈനർ, പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, പേഴ്സൺസ് അതർവൈസ് ഡിസ്ക്വാളിഫൈഡ് ലൈക്ക് ആൻ ഏലിയൻ, എനിമി, ഇൻസോൾവൻസ്, കൺവിറ്റ്സ് എറ്റ്സെട്ര. അതായത് ഈ പറയുന്ന 3 പാർട്ടീസിൽ ഒരു ആൾക്കും എന്തിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല, ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. അതായത് മൈനറിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്, മൈനറിൻ്റെ കേസ് എക്സെപ്ഷണൽ കേസാണ്. അതായത് ഒരു അഗ്രിമെൻറ്റ് ഇപ്പോൾ ബാങ്കിലൊക്കെ ചെന്ന് നമുക്കറിയാം, ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും മൈനർ ആണെങ്കിൽ സ്പെഷ്യൽ കൺസിഡറേഷനും. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ കേസിൽ മൈനറിന് ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ കഴിയില്ല. ദെൻ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, അതായത് മാനസിക നില പോസിറ്റീവായിട്ടുള്ള ഒരാൾക്ക്, എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉള്ള ഒരാൾക്ക് ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ കഴിയില്ല. ദെൻ പേഴ്സൺസ് അതർവൈസ് ഡിസ്ക്വാളിഫൈഡ്, അതായത് മറ്റ് ഈ ആക്ട് പ്രകാരം വേറെ കുറച്ച് ആൾക്കാരെ പറയുന്നത്, അതായത് ഒരു വിദേശി, ഏലിയൻ എനിമി, വിദേശ ശത്രു എന്നാണ് പറയുന്നത്. അതായത് ഓരോ സമയങ്ങളിലും ഓരോ രാജ്യം, ചില രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധസമയങ്ങളൊക്കെയാണ് അങ്ങനെ വരിക, മറ്റ് ചില രാജ്യങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിക്കും. സോ അത്തരം കേസുകൾ അത്തരം രാജ്യത്തു നിന്നുള്ള ഒരാളെ വെച്ചിട്ട് ഒരു അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യാൻ കഴിയില്ല. ദെൻ ഇൻസോൾവൻസ്, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് ഇൻസോൾവൻ്റായി കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. അത്തരം ഇൻസോൾവൻസുമായി കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ പാടില്ല. ദെൻ കൺവിറ്റ്സ്, ഏതെങ്കിലും കേസുകളിലൊക്കെ അകപ്പെട്ടിട്ടുള്ള, അതായത് ആരോപിച്ചിട്ടുള്ള വ്യക്തികൾ, അതാണ് കൺവിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആരോപിച്ചിട്ടുള്ള വ്യക്തികളുമായിട്ട് അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യാൻ പാടില്ല. സോ ഇത്തരത്തിലുള്ള ആൾക്കാരുമായി ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. അങ്ങനത്തിലുള്ള അഗ്രിമെൻറ്റ്സ് എന്താകുന്നില്ല, കോൺട്രാക്റ്റ് ആവുന്നില്ല. സോ അഗ്രിമെൻറ്റിലെ പാർട്ടീസ് എന്ന് പറയുന്നത് ഷുഡ് ബി capable ഓഫ് എൻ്ററിങ് ഇൻ ടു എ കോൺട്രാക്റ്റ്. ദെൻ അതിൽ ആ ഒരു ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്ത കാറ്റഗറീസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. സോ പേഴ്സൺസോ സൗണ്ട് മൈൻഡും മൈനറൊക്കെ മേജറും ആണ് എന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. അതേസമയം മൈനറും അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസിനൊന്നും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. ആ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, കോൺട്രാക്റ്റ് അല്ല. അത്തരത്തിലുള്ള അഗ്രിമെൻറ്റിനെ നമുക്ക് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ കഴിയില്ല. സെക്ഷൻ 11 ഇത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, lawful consideration. Consideration has been defined as a price paid by the one party for the promise of the other. It means something in return. An agreement is enforceable only when each of the parties to it gives something and gets something. It may be money, goods, service or any act. അതായത് ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്ത പാർട്ടീസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൈമാറ്റം ചെയ്യുമ്പോഴാണ് അതൊരു വാലിഡ് അഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് മൂലം ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ആർക്കെങ്കിലും വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു അഗ്രിമെൻ്റ് അല്ല. ഒരു അഗ്രിമെൻ്റ് ആണ്, പക്ഷെ അത് കോൺട്രാക്റ്റ് അല്ല. അപ്പോൾ അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അവിടെ എന്തുകൂടി വേണം, വാലിഡ് കൺസിഡറേഷനും കൂടി വേണം. കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരു കോൺട്രാക്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല. സോ രണ്ട് പാർട്ടീസ്, ഇപ്പോൾ നമ്മൾ കാറ് കൊടുത്ത എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാറ് വിൽക്കുന്ന ആൾക്ക് പകരം എന്ത് കിട്ടുന്നുണ്ട്, കുറച്ച് ക്യാഷ് കിട്ടുന്നുണ്ട്. കാറ് വാങ്ങുന്ന ആൾക്ക് ക്യാഷ് കൊടുത്തതിന് പകരമായിട്ട് കാറും കിട്ടുന്നുണ്ട്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡറേഷൻ വരുന്നുണ്ട്. അപ്പോഴാണ് ഒരു അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റായി മാറുന്നത്. അതാണ് ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് തന്നെ വേണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. ചിലപ്പം ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ആക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പം ചില സർവീസുകൾ ഓഫർ ചെയ്യാനോ എന്തെങ്കിലും ഗുഡ്സായിട്ട് തന്നെ കൊടുക്കാനോ. ഇപ്പോൾ ചില കേസിൽ നമുക്ക് കാണാം, മാറ്റക്കച്ചവടം നടക്കുക എന്ന് പറയുന്നുണ്ട്. ചില സ്ഥലങ്ങൾ ഒരാൾ അയാളുടെ സ്ഥലം കൊടുക്കുമ്പോൾ ക്യാഷിന് പകരം അയാളുടെ ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ സ്ഥലമോ ചിലപ്പം എന്തെങ്കിലും വണ്ടിയൊക്കെ ആവും, അങ്ങനെ കൈമാറ്റം ചെയ്യും. അങ്ങനെ സാധനങ്ങൾ കൈമാറ്റം ചെയ്തുകൊണ്ടും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കാം, കൺസിഡറേഷൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം, എങ്കിലേ ആ അഗ്രിമെൻറ്റ് നമുക്ക് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ പ്രോമിസ് ടു ഒബ്റ്റെയിൻ ഫോർ ബി ആൻ എംപ്ലോയ്മെൻറ്റ് ഇൻ മിലിറ്ററി സർവീസ് ആൻഡ് ബി പ്രോമിസസ് ടു പേ ₹1 lakh to A. The agreement is void as the consideration is unlawful. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസിഡറേഷൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, അത് നിയമപരവുമാണ്. അൺലോഫുൾ കൺസിഡറേഷൻ ഉണ്ട്, പക്ഷേ അത് അൺലോഫുൾ ആണ് എന്നുണ്ടെങ്കിൽ അതെന്തല്ല,
കോൺട്രാക്റ്റ് അല്ല. അതായത് ഈ എക്സാമ്പിൾ പറഞ്ഞ പോലെ മിലിറ്ററി സർവീസിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം. പക്ഷെ അത് മറ്റൊരു വ്യക്തിക്ക് ഓഫർ ചെയ്യാൻ കഴിയുന്നതല്ല. അത് അതിൻ്റേതായ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ മിലിറ്ററിയിലുള്ള ഒരാൾ മറ്റൊരാളോട് പറയുകയാണ് ഞാൻ മിലിറ്ററിയിൽ ജോലി വാങ്ങിത്തരാം, ഒപ്പിച്ചു തരാം, ഇത്ര രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അഗ്രിമെൻറ്റിലൊക്കെ എൻ്റർ ചെയ്ത് കേൾക്കാം. ജോലിയൊക്കെ ശരിയാക്കി കൊടുത്തു. എന്നിട്ട് ഈ ജോലി ശരിയാക്കി കൊടുത്ത ആൾക്ക് മറ്റേ ജോലി കിട്ടിയ ആൾ തരാമെന്ന് പറഞ്ഞ് പൈസ തന്നില്ല വിചാരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആ ജോലി ശരിയാക്കി കൊടുത്ത ആൾക്ക് ഒരിക്കലും കോടതി പോകാനുള്ള പ്രൊവിഷൻ ഇല്ല. കാരണം ഇവിടെ മിലിറ്ററിയിൽ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്തിട്ടുള്ള ആ എമൗണ്ട് അയാൾക്ക് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. കാരണം അതെന്താ, അത് അൺലോഫുള്ളാണ്. അങ്ങനെ നിയമപരമല്ലാത്ത ഒരു കൺസിഡറേഷൻ ഡിമാൻഡ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റ് എന്തല്ല, വാലിഡ് കോൺട്രാക്റ്റ് അല്ല. സോ കൺസിഡറേഷൻ ഉണ്ടാവുക മാത്രം പോരാ, കൺസിഡറേഷൻ നിയമപരമാവുമ്പോഴാണ് അതെന്താവുന്നത്, കോൺട്രാക്റ്റായി മാറുന്നത്. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ വേണം, then ആ കൺസിഡറേഷൻ ലോഫുൾ ആവണം. then നെക്സ്റ്റ് വേണം ലോഫുൾ ഒബ്ജക്റ്റ്. ഏതൊരു അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാവണം. അതായത് നിയമപരമായുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനേ നമ്മൾ അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. അതെന്തല്ല, വാലിഡ് കോൺട്രാക്റ്റ് ആവില്ല. ദ ഒബ്ജക്റ്റ് ഓഫ് അഗ്രിമെൻറ്റ് മസ്റ്റ് ബി ലോഫുൾ. ഇറ്റ് ഈസ് കൺസിഡേർഡ് അൺലോഫുൾ ഇഫ് ഇറ്റ് ഈസ് ഇല്ലീഗൽ, immoral, fraudulent, of a nature that if permitted it would defeat the provisions of any law, causes injury to the persons or property of another, or opposite to public policy. അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇമ്മോറൽ ദെൻ ഫ്രോഡുലന്റ് പർപ്പസുമായി വെച്ചിട്ടുള്ളൊരു അഗ്രിമെൻറ്റ്, ദെൻ ചില കേസിൽ ഇപ്പോൾ ഈ പറയുന്ന കോൺട്രാക്റ്റ് ആക്ട് അല്ലെങ്കിലും മറ്റേതെങ്കിലും ആക്ടിൻ്റെ പ്രൊവിഷൻസിനെ ഏതെങ്കിലും തരത്തിൽ ഒപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിക്കോ എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്കെതിരായിട്ടോ ഒക്കെയാണ് അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റ് ലോഫുൾ അല്ല. അത്തരം ലോഫുൾ ആയുള്ള ഒരു ഉദ്ദേശമില്ലാതെ, നിയമപരമായ ഉദ്ദേശത്തോടു കൂടെ അല്ലാതെ ഒരാൾക്ക് അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യാം. അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യാതെ എന്താകൂല, കോൺട്രാക്റ്റ് ആവില്ല. അത് നമ്മളൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മിസ്റ്റർ എക്സ് ലെറ്റ്സ് ഹിസ് ഹൗസ് ഫോർ ബീയിങ് യൂസ്ഡ് ആസ് എ ഗാംബ്ലിംഗ് ഡെൻ. ദ അഗ്രിമെൻറ്റ് ഈസ് ഇല്ലീഗൽ ആസ് ദ ഒബ്ജക്റ്റ് ഓഫ് അഗ്രിമെൻറ്റ് ഈസ് അൺലോഫുൾ. അതായത് ഒരാൾ അയാളുടെ വീട് അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രോപ്പർട്ടി ഗാംബ്ലിംഗ് പർപ്പസിന് വേണ്ടി കൊടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്ര രൂപ വാടക തരണം എന്നൊക്കെ പറഞ്ഞ് അഗ്രിമെൻറ്റിലൊക്കെ എൻ്റർ ചെയ്തു, ഇത്ര കാലത്തേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രോപ്പർട്ടി വാടക കൊടുത്തു വിചാരിക്കാം. പക്ഷേ കൊടുത്ത ഉദ്ദേശം എന്താണ്, ഗാംബ്ലിങ് ലീഗലാണോ, അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഗാംബ്ലിങ്ങിന് കൊടുത്ത ഒരു പ്രോപ്പർട്ടിമേ വാടക കിട്ടിപ്പോവുകയാണെങ്കിൽ, കാര്യങ്ങൾ സ്മൂത്തായി പോവുകയാണെങ്കിൽ അവിടെ പ്രശ്നം വരുന്നില്ല. ഇൻ കേസ് ആ റെൻറ്റ് കൊടുക്കേണ്ട ആൾ റെൻറ്റ് കൊടുക്കാതെ മുങ്ങിയാൽ ഈ പറയുന്ന ഈ പ്രോപ്പർട്ടിയുടെ ഓണർക്ക് ഒരിക്കലും നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അയാൾ ഈ അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്തത് നിയമപരമായ ഉദ്ദേശത്തോടു കൂടിയല്ല. ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് അൺലോഫുള്ളാണ്. അങ്ങനെ അൺലോഫുൾ ആയുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്ത ആൾക്ക് എന്തിനു കഴിയില്ല, ആ അഗ്രിമെൻറ്റ് മായി മുന്നോട്ട് കോടതിയിലേക്ക് പോകാൻ കഴിയില്ല. അതായത് അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ആവില്ല. അങ്ങനെ അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ അല്ലെങ്കിൽ അതെന്തല്ല, കോൺട്രാക്റ്റ് അല്ല. അപ്പോൾ ഒബ്ജക്റ്റ് എങ്ങനെയുള്ളതാവണം, നിയമപരമായുള്ള ഉദ്ദേശമുള്ളതാവണം. എങ്കിലേ അഗ്രിമെൻറ്റിനെ കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ കഴിയുള്ളൂ. അപ്പോഴേ കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ. ദ നെക്സ്റ്റ് വൺ, നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്. നമ്മൾ സെക്ഷൻ 10 പറഞ്ഞപ്പോൾ ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന വേർഡാണിത്, നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്. അതായത് ദ അഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ ഡിക്ലെയർഡ് വോയിഡ് ബൈ എനി ലോ ഇൻ ഫോഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഒരു നിയമവും ഇല്ലീഗൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് അല്ലാത്ത എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത്തരം അഗ്രിമെൻറ്റും ഏതിൻ്റെ പരിധിയിൽ വരില്ല, ഒരു കോൺട്രാക്റ്റ് എന്നുള്ള പരിധിയിൽ വരില്ല. അതിൽ പറയുന്നത് ഇതാണ്, ദ ആക്ട് ഇറ്റ് സെൽഫ് ഡിക്ലെയർഡ് വോയിഡ് സർട്ടൈൻ ടൈപ്സ് ഓഫ് അഗ്രിമെൻറ്റ്സ് സച്ച് ആസ് ദോസ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്, ട്രേഡ്, ലീഗൽ പ്രൊസീഡിങ്സ്, വേഗറിങ് അഗ്രിമെൻറ്റ്സ്. അതായത് ഇങ്ങനെ ഈ നിയമം പറഞ്ഞിട്ടുള്ള, അപ്പോൾ ഈ പറഞ്ഞ അഗ്രിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറഞ്ഞ അഗ്രിമെൻറ്റ്സാണ്. ഇങ്ങനെ ഏതെങ്കിലും ലോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം വെച്ചിട്ട് അല്ലെങ്കിൽ വോയിഡ് ആണെന്ന് സ്പെസിഫൈ ചെയ്ത ഒരു അഗ്രിമെൻറ്റ് ഒരിക്കലും കോൺട്രാക്റ്റായിട്ട് മാറ്റാൻ കോൺട്രാക്റ്റ് ആക്റ്റിന് കഴിയില്ല. അതല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് വോയിഡ് ആണെന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നിയമം അനുശാസിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വാലിഡ് കോൺട്രാക്റ്റ് ആക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്.
ദെൻ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ്. അതായത് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന് ലീഗലി അല്ലെങ്കിൽ നിയമപരമായ ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് ആവണം. അതിന് ഒരു എക്സാമ്പിളോട് പറയാം, നമുക്ക് ജസ്റ്റ് നോക്കാം. ദർ മസ്റ്റ് ബി ആൻ ഇൻറ്റൻഷൻ എമംഗ് ദ പാർട്ടീസ് ദാറ്റ് ദ അഗ്രിമെൻറ്റ് ഷുഡ് ബി അറ്റാച്ച്ഡ് ബൈ ലീഗൽ കോൺസിക്വൻസസ് ആൻഡ് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. നിയമപരമായുള്ള ഒബ്ലിഗേഷൻസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും വരുന്ന രീതിയിലുള്ള അഗ്രിമെൻറ്റ്സേ കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ. അതായത് എ വൈഫ് വിഡ്രോസ് എ കംപ്ലയിൻറ്റ് എഗെയിൻസ്റ്റ് ഹെർ ഹസ്ബൻഡ് അണ്ടർ ആൻ അഗ്രിമെൻറ്റ് ദാറ്റ് ഹസ്ബൻഡ് വിൽ പേ ഹെർ അലവൻസ്. അതായത് വൈഫ് എന്നോ ഒരു ഭാര്യ എന്നോ ഒരു ഭർത്താവിൻ്റെ പേരിൽ എന്തോ കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചിലവിന് കൊടുക്കായിട്ട് എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഭാര്യ കംപ്ലയിൻറ്റ് പിൻവലിക്കണം. അതായത് ഭർത്താവ് ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പിൻവലിച്ചിട്ടുണ്ടോ. സോ ഇവിടെ എന്ന് പറയുന്നത് ആ തരാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരിക്കലും ലീഗൽ റിലേഷൻഷിപ്പ് അല്ല ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ളത്. അവിടെ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പാണ്. ഇങ്ങനെ ലീഗൽ റിലേഷൻഷിപ്പ് ഇല്ലാത്ത കേസിൽ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവുന്നില്ല. സോ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ലീഗൽ റിലേഷൻ ആവണം എന്നുള്ളതാണ്. അങ്ങനെ ലീഗൽ റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഗ്രിമെൻറ്റും കോൺട്രാക്റ്റും ഫോം ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അത് വാലിഡ് കോൺട്രാക്റ്റ് ആകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ കോൺട്രാക്റ്റായി മാറുന്നുള്ളൂ. ദെൻ സെർട്ടനിറ്റി ഓഫ് മീനിങ് അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്നും വേണമെങ്കിൽ പറയാം. അതായത് നടക്കാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും അഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യരുത് എന്നാണ് പറയുന്നത്. ദ ടേം ഓഫ് ദി അഗ്രിമെൻറ്റ് മസ്റ്റ് ബി സെർട്ടൈൻ ആൻഡ് unambiguous. It must be capable of being performed. Section 29 of the Act, agreements the meaning of which is not certain or capable of being made certain are void. An agreement to do an act impossible in itself, it can't be enforced at law. അതായത് നടക്കാത്ത ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ നടക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു കാര്യത്തിൻ്റെയോ പേരിൽ ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്യാൻ പാടില്ല. അത്തരം അഗ്രിമെൻറ്റ്സ് വാലിഡ് ആവുന്നില്ല. ഫോർ എക്സാമ്പിൾ, എ അഗ്രീസ് ബി ടു ഡിസ്കവർ ട്രഷർ ബൈ മാജിക്. അതായത് മാജിക്കിലൂടെ എന്തെങ്കിലും കണ്ടെത്തി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്ത് പൈസ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പാണ്. അതൊന്നും എന്തല്ല, വാലിഡ് അല്ല, അതായത് എൻഫോഴ്സബിൾ അല്ല. ദാറ്റ് മീൻസ് കോൺട്രാക്റ്റ് അത്തരം കേസിൽ എന്താവുന്നില്ല, വാലിഡ് ആവുന്നില്ല. അതായത് നടക്കാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു അഗ്രിമെൻറ്റിൽ ഫോം ചെയ്യാൻ പാടില്ല. ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ പോസിബിൾ ആണോ, പെർഫോം ചെയ്യാൻ കഴിയുന്നതാണോ എന്ന് നോക്കിയിട്ട് അഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. അതാണ് സെർട്ടനിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ലീഗൽ ഫോർമാലിറ്റീസ്. ലീഗൽ ഫോർമാലിറ്റീസിൽ പറയുന്നത് ചില കേസിൽ ചില അഗ്രിമെൻറ്റ്സിന് ഈ പറയുന്ന കോൺട്രാക്റ്റ് ആക്റ്റിന് പുറമെ വേറെ ചില ആക്റ്റുകളിലൊക്കെ ഇങ്ങനെ വേണം, ഇന്നതാവണം എന്നുള്ള കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമം ഏതിൻ്റെ കേസിൽ ഫോളോ ചെയ്യണം, കോൺട്രാക്റ്റിൻ്റെ കേസിൽ ഫോളോ ചെയ്യണം. ദ അഗ്രിമെൻറ്റ് മസ്റ്റ് കംപ്ലീറ്റ് വിത്ത് നെസസറി ഫോർമാലിറ്റീസ് ആസ് ടു റൈറ്റിംഗ്, രജിസ്ട്രേഷൻ, സ്റ്റാമ്പിംഗ് എക്സെട്ര ഇഫ് എനി റിക്വയർഡ് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ. അതായത് ഒരു അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് അത് ചില അഗ്രിമെൻറ്റ്സ് റിട്ടേൺ ആവണം എന്ന് പറയുന്നുണ്ട്. അഗ്രിമെൻറ്റ്സ് ഓറലും അത് റിട്ടേൺ ആവും, വാക്കാൽ പറഞ്ഞാലും അത് അഗ്രിമെൻ്റാണ്, അതെല്ലാം ഒരു പേപ്പറിൽ എഴുതിയാലും അത് അഗ്രിമെൻ്റ് തന്നെയാണ്. ദെൻ പക്ഷെ ചില കേസുകളിൽ അഗ്രിമെൻറ്റ് റിട്ടേൺ ആവണം എന്ന് ചില നിയമങ്ങൾ പറയുന്നുണ്ട്, ചില കേസുകൾ. അത്തരം കേസുകളിലൊക്കെ ആ അഗ്രിമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. ദെൻ രജിസ്ട്രേഷൻ, ചില കേസിൽ രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ്സ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമൊക്കെ ഉള്ളതും. ദെൻ സ്റ്റാമ്പിങ്, ചില കാര്യങ്ങൾ അഗ്രിമെൻറ്റ്സ് എൻ്റർ ചെയ്യുമ്പോൾ ചില ഇത്ര എമൗണ്ടിൻ്റെ സ്റ്റാമ്പ് വേണം എന്നൊക്കെ പറയും. ചിലതിന് സ്റ്റാമ്പിൻ്റെ പ്രശ്നമേ വരുന്നില്ല. ഇപ്പോൾ 5000 രൂപ ട്രാൻസാക്ഷൻസിലൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒന്നും സ്റ്റാമ്പിൻ്റെ കാര്യം വരുന്നില്ല. പക്ഷേ 5000ൻ്റെ മുകളിലേക്കുള്ള എന്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റാമ്പിങ് നിർബന്ധം. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. In India, writing is required in cases of mortgage, sale, lease and gift of immovable properties, negotiable instruments, memorandum and articles of association of a company. അതായത് ഇന്ത്യയിൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് എന്ന് പറയുന്ന കേസാണ് ഈ പറയുന്നത്. മോർഗേജ്, സെയിൽ, ലീസ്, ഗിഫ്റ്റ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്,
ദെൻ മെമ്മോറാണ്, അതായത് കമ്പനിയുടെ മെമ്മോറണ്ടം ആർട്ടിക്കിൾസൊക്കെ റേറ്റിംഗ് നിർബന്ധം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ചെക്ക്, പ്രോമിസറി നോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതൊന്നും വാക്കാൽ പറഞ്ഞിട്ട് ഫോം ചെയ്യാൻ കഴിയുന്നതല്ല. ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. ദെൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ മൂവബിൾ അല്ല, മൊബൈൽ അല്ലാത്ത പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻസും കാര്യങ്ങളും നടക്കും. അപ്പോൾ നമ്മൾ സ്ഥലം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. വാക്കുകൊണ്ട് പറഞ്ഞിട്ട് എടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്താലൊന്നും സ്ഥലം അവനാൻ്റെ പ്രോപ്പർട്ടിയായി മാറൂല. അതെന്ത് ചെയ്യണം? റൈറ്റിംഗ്, എഴുതിയിട്ട് സ്റ്റാമ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് നിർബന്ധം. സോ അത്തരം സ്പെസിഫൈ ചെയ്തുള്ള കേസുകളിലൊക്കെ അത് ഫോളോ ചെയ്യൽ ഏതിൻ്റെ കേസും നിർബന്ധമാണ്. ഇത്തരം അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആക്ടിൻ്റെ പരിധിയിലും വരുന്നതാണ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു കോൺട്രാക്റ്റിന് എസെൻഷ്യലി ഉണ്ടാവേണ്ട കാര്യങ്ങൾ പറയുന്നത്. 10 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കൽ നിർബന്ധമാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഒന്നെങ്കിൽ 2 മാർക്സിൻ്റെ ഏതെങ്കിലും ഒരു എലമെൻറ്റ്സ് എടുത്ത് ചോദിക്കും, പ്രത്യേകിച്ച് കോൺസെൻസസ് ആഡ് ആയിട്ടൊക്കെ. ദെൻ പിന്നെ അതിൽ കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ്, ഈ മൈനർ ആവരുത്, അൺസൗണ്ട് മൈൻഡ് ആവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സ്പെസിഫിക്കായി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഈ പറയുന്ന 10 എലമെൻറ്റ്സ് കോൺട്രാക്റ്റ് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് മിസ്സായാൽ കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ എലമെൻറ്റ്സ് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഇതിൽ മിസ്സായാൽ അതിനെ കോൺട്രാക്റ്റ് വാലിഡ് ആവുന്നില്ല. വാലിഡ് കോൺട്രാക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എലമെൻറ്റ്സ് നിർബന്ധമായും ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ എലമെൻറ്റ്സ് ഇത്രയാണ് കാര്യങ്ങൾ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ, താങ്ക് യു.